അതേപോലെ ഉം. കൊച്ചിയിൽ ഉം. ചെറിയ ബഡ്ജറ്റിൽ ഉം. ടൂറിസം പ്രൊജക്റ്റിന് വേണ്ടിയൊക്കെ ഇപ്പോൾ ഹോം സ്റ്റേ അതേപോലത്തെ കാര്യങ്ങൾക്ക് ഉം. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻസ് എവിടെയൊക്കെയാണ്? ഉദ്ദേശിക്കുന്ന വാട്ടർ ഫ്രണ്ട് പ്രോജക്ട്സ് ആണോ? വാട്ടർ വാട്ടർ ഫ്രണ്ട് ഫ്രണ്ട്, ഓക്കെ. പ്രൊജക്ട്സ്. ഇപ്പോൾ കൊച്ചിയിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 10-15 മിനിറ്റ്സ് ഡ്രൈവിൽ വരാവുന്ന കടമക്കുടി, കോതാട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെയൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഏരിയ. ഇതെല്ലാം വാട്ടർ ഫ്രണ്ടാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടിക്കുള്ള ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്നുണ്ടെങ്കിൽ ഉപ്പുരസമുള്ള വെള്ളമാണെങ്കിൽ അവിടെ CRSZൻ്റെ ഇത് വരും. അപ്പോൾ CRSZൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ അവിടെ ഇത്ര മീറ്റർ വിടണം, 200-300 മീറ്റർ വിടുമ്പോൾ ചെറിയ പ്രോജക്ട്സ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കൊരു ഹോം സ്റ്റേക്ക് ഒരു വീടുണ്ട് അവിടെ, ആ വീട് നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സംഗതി. അല്ലാതെ അവിടെ ഒരു ലാൻഡ് 10-20 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് CRSZ വിട്ടിട്ട് എത്രത്തോളം പണിയാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം. അപ്പോൾ ഈ CRSZ വിട്ട് വരുമ്പോൾ ഒരു പ്രോപ്പർട്ടി വാട്ടർ ഫ്രണ്ടിലുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോയി പണിത് അവിടെ വാട്ടർ വ്യൂ അന്നേരം കിട്ടത്തില്ല. വാട്ടർ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വാട്ടർ ഫ്രണ്ട് തന്നെയാവണം. വാട്ടർ ഫ്രണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ അവിടെ ഈ കടമക്കുടി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ അവിടെ വാട്ടർ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ പാടങ്ങളാണ് കിടക്കുന്നത്, മനസ്സിലായില്ല? അവിടെ പ്യുവർ വാട്ടർ അല്ല, പാടത്തിന് ഫേസ് നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. സാർ, ഇപ്പോൾ കൊച്ചിയിലെ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടീസ് മേടിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു വീട് വെക്കാൻ വേണ്ടിയുള്ള അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കൊച്ചിയിൽ പല ടൈപ്പ് വാട്ടർ ഫ്രണ്ടുകളുണ്ട്. ഒന്ന് നമ്മൾ CRZ വരുന്ന കോസ്റ്റൽ റെഗുലേഷൻ സോണിങ് വരുന്ന പല സോൺ 1, സോൺ 2, സോൺ 3 അങ്ങനെ സോണിങ് വരുന്ന ഏരിയ ഉണ്ട്. അവിടെയൊന്നും നമുക്ക് വീട് വെക്കാൻ പറ്റിയ രീതിയിൽ 5 സെൻറ്റോ 10 സെൻറ്റോ 20 സെൻറ്റോ ഒന്നും മേടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സെറ്റ് ബാക്ക് വിട്ടിട്ട് നമുക്ക് പണിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീടുകൾ ഉണ്ടെങ്കിൽ ഒരു നമ്പറോ കോർപ്പറേഷൻ നമ്പറോ പഞ്ചായത്ത് നമ്പറോ അല്ലെങ്കിൽ നമ്പറുള്ള വീടുകൾ ഉണ്ടെങ്കിൽ അത് റിനോവേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. അല്ലാതെ ലാർജർ എക്സ്റ്റെൻഡ് ഓഫ് ലാൻഡ് മേടിക്കാതെ നമുക്ക് ഒരിക്കലും ഈ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി കോസ്റ്റൽ റെഗുലേഷൻ സോണിങ് ഉള്ള സ്ഥലത്ത് നമുക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് മേടിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. നേരെ മറിച്ച് ചില പഞ്ചായത്തുകളുണ്ട്, ഇപ്പോൾ പനങ്ങാട് അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ട് കുമ്പളഞ്ഞി, അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ അവിടെയും നമുക്ക് കോസ്റ്റൽ റെഗുലേഷൻ സോണിൻ്റെ 25 മീറ്റേഴ്സ് എന്നുള്ള ഒരു ഇത് വരും. എന്നാലും 25 മീറ്റേഴ്സ് സെറ്റ് ബാക്ക് വിട്ടിട്ടാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം ഒരു വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി, ഒരു ചെറിയ പ്ലോട്ട് മേടിക്കാനോ. പ്ലോട്ടോ അല്ലെങ്കിൽ വീടുള്ളതാണ് ഐഡിയൽ. എപ്പോഴും വീടുണ്ടെങ്കിൽ നമ്മൾ അതിന് റിനോവേഷൻ മാത്രം ചെയ്താൽ മതി. നമുക്ക് ആ നമ്പർ വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് മറ്റുള്ള ഇത് അപ്രൂവൽസ് ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതി. പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ മാത്രം വിചാരിച്ചാൽ അപ്രൂവൽസ് ഒന്നും കിട്ടത്തില്ല. CRSന്റെ ക്ലിയറൻസ് എടുക്കേണ്ടി വരും. സാർ, ഇപ്പം ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റിൽ ഞാൻ ഒരു അപ്പാർട്ട്മെന്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ഫീസിബിൾ, അല്ലെങ്കിൽ ഒരു പ്ലോട്ട്, ചെറിയ പ്ലോട്ട് എടുത്തിട്ട് ഞാനൊരു വീട്, അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും എനിക്ക് ബെനിഫിറ്റ് ആകുന്നത്? അപ്പാർട്ട്മെന്റ്സ്, ഈ പഴക്കം ചെന്ന അപ്പാർട്ട്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ 2, 3, 5, 10 കൊല്ലം കഴിഞ്ഞ അപ്പാർട്ട്മെന്റ്സ് റീസെയിൽ അല്ലെങ്കിൽ റീപർച്ചേസിന് വരുന്ന അപ്പാർട്ട്മെന്റുകൾ നമുക്ക് ഇപ്പം ലോഞ്ച് പ്രൈസിനേക്കാളും ഒക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് ആ പ്രോജക്റ്റിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിറ്റി ആണോ അവിടെ ഉള്ളതെന്ന് നോക്കിയിട്ട് വേണം മേടിക്കാൻ. പക്ഷെ ഒരിക്കലും ഞാൻ അഡ്വൈസ് ചെയ്യില്ല ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കാനായിട്ട്. അത് ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന് വലിയ കാര്യമായ 2-3% കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉള്ളൂ. നേരെ മറിച്ച് ഒരു 5 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ ആ 5 സെന്റ് സ്ഥലത്തിനകത്ത് ഒരു വീടോ ഉണ്ടെങ്കിൽ, പഴയ വീടായിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല, വീടോ ഉണ്ടെങ്കിൽ റോഡിന്റെ വിഡ്ത്ത് അനുസരിച്ച് എല്ലാ പ്രോപ്പർട്ടി, ഏത് ലാൻഡ് മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കേരള ബിൽഡിംഗ് റൂൾസ് അപ്ലൈ ചെയ്യുന്ന നിങ്ങളുടെ വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മുമ്പിൽ കാണുന്ന റോഡിന് എന്ത് വീതിയുണ്ടോ അതനുസരിച്ചായിരിക്കും ആ പ്രോപ്പർട്ടിയിൽ എന്തോരം പണിയാം എന്നുള്ളൊരു ഇത് അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായില്ല? അല്ലാണ്ട് ചുമ്മാ എവിടെയും കണ്ടൊരു 5 സെന്റ് സ്ഥലം മേടിച്ച് ചീപ്പായിട്ട് കിട്ടേണ്ടതെന്ന് മേടിച്ചിട്ട് ഒരു കാര്യമില്ല.
റോഡിന് അത്യാവശ്യം വീതി മിനിമം ഒരു 5 മീറ്ററോ അല്ലെങ്കിൽ 7 മീറ്ററോ ഒക്കെ വീതി ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് FAR കൂടുതൽ പണിയാൻ പറ്റും. അപ്പോൾ ആ കൂടുതൽ പണിയാൻ പറ്റുന്നതായിരിക്കണം ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എഡീഷൻ വരുന്നത്. എപ്പോഴും നമ്മളെല്ലാവരും പലരും ചോദിക്കും, സാറേ ഇന്ന സ്ഥലത്ത് ഇവിടെ അത്രയേ ഉള്ളൂ വില, അല്ലെങ്കിൽ ഇന്ന വിലയ്ക്ക് കിട്ടൂലോ, അവിടെ റോഡിന് എന്ത് വീതി ഉണ്ട് വെച്ചാൽ അത് അത്യാവശ്യം വീതി ഉണ്ട്. ഈ ഒരു ഡയലോഗ് അടിക്കും, അത്യാവശ്യം വീതി എന്നല്ല, എത്ര മീറ്റർ വീതി ഉണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അങ്ങനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു നല്ല വീതിയുള്ള റോഡിന്റെ മുമ്പിൽ ഇപ്പോൾ എറണാകുളത്തുള്ള എല്ലാ ബൈലൈനുകളും പതുക്കെ കമേഴ്ഷ്യൽ ആയിക്കൊണ്ടിരിക്കുക. ബിക്കോസ് മെയിൻ റോഡിലൊക്കെ 50 ലക്ഷവും 1 കോടിയൊക്കെ വിലയാവുമ്പോൾ അകത്തേക്കുള്ള ബൈലൈനിൽ അതുപോലെ തന്നെ 25 30 ലക്ഷമൊക്കെ ആയിക്കൊണ്ടിരിക്കുക. അവിടെയുള്ള വീടുകളെല്ലാം കൺവേർട്ട് ചെയ്ത് കമേഴ്ഷ്യൽ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു പഴയ വീട് മേടിച്ചിട്ടാൽ തന്നെ നാളെ അതൊരു കമേഴ്ഷ്യൽ സ്പേസ് ആയിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുത്താൽ അതിനകത്ത് കിട്ടുന്ന റിട്ടേൺ തിരക്കേട്ടുള്ളത് 5, 6, 8% നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാർ അതേപോലെ കൊച്ചിയിൽ ഇൻവെസ്റ്റ്മെന്റിന് ഉം. സ്ഥലം മേടിക്കാനാണെങ്കിൽ ഉം. അതൊരു ബെസ്റ്റ് ലൊക്കേഷന് ഏത് ലൊക്കേഷനിലായിരിക്കാം മേടിക്കാൻ പറ്റുക? കൊച്ചിയിൽ ഇപ്പോൾ ചുമ്മാ ഒരു ലാൻഡ് മേടിക്കാനാണെങ്കിൽ ഐഡിയൽ സ്ഥലം ഇപ്പോൾ അഫോർഡബിൾ പ്രൈസിന് കിട്ടാൻ പറ്റിയ സ്ഥലം കാക്കനാടായിരിക്കും. കാക്കനാടും പ്രൈസ് എല്ലാം കയറിപ്പോയി. കാക്കനാടിൻ്റെ സബേബ്സ് പള്ളിക്കര എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ പാർട്ടി, അവരുടെ ഒരു ഏരിയ എന്ന് പറയുന്ന പള്ളിക്കര ആ സൈഡിലൊക്കെയാണ്. അവിടെ നല്ല റോഡുണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല രീതിയിൽ അവർ പഞ്ചായത്ത് തന്നെ അവരെ റൂൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിട്ടാണ് ഞാൻ തോന്നുന്നത്. നല്ലൊരു 10 സെൻറ്റ് സ്ഥലമൊക്കെ ചിലപ്പോൾ അവിടെ ഒരു 3 ലാക്സിനോ 2.5 ലാക്സിനോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതവിടെ മേടിച്ചിട്ടാൽ തീർച്ചയായിട്ടും നല്ല അപ്രിസിയേഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കാക്കനാട് ഏരിയ അതൊരു ഏരിയ. രണ്ടാമത്തെ ഏരിയ ഞാൻ കാണുന്നത് കാക്കനാടല്ലാതെ പിന്നെ എറണാകുളത്ത് മേടിക്കാൻ പറ്റിയ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റി ഏരിയയിൽ നിങ്ങൾക്കറിയാലോ, സിറ്റി ഏരിയയിലൊക്കെ എങ്ങനെ പോയാലും ഒരു 20 ലാക്സിന് കൊടുക്കാണ്ട് പ്രോപ്പർ റോഡ് പോലും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ 20 ലാക്സ് കൊടുക്കേണ്ടി വരും. 25 ലാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും നല്ല റോഡുകളോട്. അപ്പോൾ അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റോ അതല്ലെങ്കിൽ ഡബിളായി കിട്ടാൻ ചിലപ്പോൾ 5 കൊല്ലോ 10 കൊല്ലോ ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് ഈ പറയുന്ന കാക്കനാട് ഏരിയയിൽ തീർച്ചയായിട്ടും നല്ല ഒരു അപ്രിസിയേഷൻ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി കാക്കനാട്ടിലേക്ക് പോകുന്ന മെട്രോ ഇതിൻ്റെ ആ റൂട്ടിൽ ആ മെട്രോയുടെ ഫേസിങ് വേണമെന്നില്ല. മെട്രോയിൽ നിന്ന് അകത്തേക്ക് പോകുന്ന 100 മീറ്റേഴ്സ് 200 മീറ്റേഴ്സ് ഈവൻ അപ് ടു 500 മീറ്റേഴ്സ് വരെ ഉള്ള ഇവിടുന്ന് പോകുമ്പോൾ വാഴക്കാല ചെമ്പുമൊക്കെ അങ്ങനെ പറയുന്ന ആ സ്ഥലത്തൊക്കെ നമുക്ക് ഐഡിയലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ലൊക്കേഷനുകളാണ്.